ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ പേറ്റൻറ്റ് ആക്ട് 1970 എന്നുള്ള ആക്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ടൈപ്പ് ഓഫ് പേറ്റൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ജനറൽ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ കൺഫറിങ് പേറ്റൻറ്റ് റൈറ്റ് ആണ് നോക്കുന്നത്. അതായത് ഒരാൾക്കൊരു പേറ്റൻറ്റ് റൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പേറ്റൻറ്റ് ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അതായത് പേറ്റൻറ്റ് ലോയുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കൊരു പേറ്റൻറ്റ് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണ്? അയാളൊരു കണ്ടുപിടുത്തം നടത്തിയതിന്. അപ്പം ആ ഒരു കണ്ടുപിടുത്തം എങ്ങനെയുള്ളതായിരിക്കണം? ന്യൂ ആയിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം, നോൺ ഒബ്വിയസ് ആയിരിക്കണം. അപ്പം അതായത് നമുക്ക് നോർമലി ഉള്ളൊരു കാര്യമായിരുന്നു, പുതിയ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തമായിരിക്കും. കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ തന്നെ പുതിയതായിട്ടുള്ളതായിരിക്കണം, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും ആയിരിക്കണം. അപ്പം ഒരു പേറ്റൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ്, ഇപ്പോൾ രണ്ടാണെങ്കിലും നമ്മൾ രണ്ട് ടൈപ്പ് പേറ്റൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റ് പേറ്റൻറ്റും പ്രോസസ് പേറ്റൻറ്റും. അപ്പോൾ ഇത് രണ്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു പേറ്റൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് ആ ഒരാൾക്ക് പേറ്റൻറ്റിക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻവെൻറ്റർക്ക് കിട്ടത്തുള്ളൂ. പേറ്റൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അയാളെ പേറ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദെയർ ഷുഡ് ബി ആൻ ഇൻവെൻഷൻ ആൻഡ് നോട്ട് എ ഡിസ്കവറി. അപ്പോൾ ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ള ഒരു സംഭവമാണ്, നമ്മളത് പോയി കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. അത് ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ്, നമ്മളത് കണ്ടുപിടിക്കുക. പക്ഷേ ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ അയാളുടെ ഇൻ്റലക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയതായിട്ടൊരു കാര്യത്തിന് നിർമ്മിക്കുന്നതാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അത് അയാളുടെ മാത്രം കണ്ടുപിടുത്തമാണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇൻവെൻഷനാണ് വേണ്ടത്, അല്ലാതെ ഡിസ്കവറി അല്ല. അപ്പം പേറ്റൻറ്റ് ആക്ടിൽ പറയുന്നുണ്ട്, എ പേറ്റൻറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ടു എ ന്യൂ ആൻഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ് ഓർ പ്രോസസ്സ്. അപ്പോൾ പ്രോഡക്റ്റിനും പേറ്റൻറ്റ് കിട്ടാം, പ്രോസസ്സിനും പേറ്റൻറ്റ് കിട്ടാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ പ്രോഡക്റ്റ് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പുതിയതായിരിക്കണം, അത് യൂസ്ഫുള്ളും ആയിരിക്കണം. ദ പ്രൊട്ടക്റ്റബിൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ പേറ്റൻറ്റ് ഈസ് ആൻ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേറ്റൻറ്റ് കിട്ടണം അല്ലെങ്കിൽ അതിന് മെയിനായിട്ട് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഇൻവെൻഷൻ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇൻവെൻഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം പേറ്റൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1Jക്കകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു 2002 ഒരു അമെൻമെൻറ്റ് വന്നപ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ഡെഫിനിഷനിൽ മാറ്റം വന്നത്. ഇപ്പോൾ 2002 അമെൻമെൻറ്റിന് മുന്നേ ഈ ഇൻവെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെൻഷൻ മീൻസ് എനി ന്യൂ ആൻഡ് യൂസ്ഫുൾ, എന്നിട്ട് 3 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ആർട്ട്, പ്രോസസ്, മെത്തേഡ് ഓർ മാനർ ഓഫ് ദ മാനുഫാക്ചർ, മെഷീൻ, അപ്പാരറ്റസ് ഓർ അതർ ആർട്ടിക്കിൾ, സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാനുഫാക്ചർ. ഇങ്ങനെ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് ഇൻവെൻഷൻ എന്ന് കണക്കാക്കുന്നതെന്നാണ് പഴയ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂ ആൻഡ് യൂസ്ഫുൾ, ഏതെങ്കിലും പുതിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ളതോ എന്തൊക്കെയായിരിക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ആർട്ടോ അല്ലെങ്കിൽ പ്രോസസ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്, മെത്തേഡ് അല്ലെങ്കിൽ മാനർ, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന രീതി, അത് വരാം. രണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? മെഷീനോ അപ്പാരറ്റസോ അല്ലെങ്കിൽ അതർ ആർട്ടിക്കിൾ, അവിടെ ആ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്ന സാധനം എന്താണോ അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിളാണോ അവിടെ ഉപയോഗിക്കുന്നത് അത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു മാനുഫാക്ചർ വഴി പ്രൊഡ്യൂസ്ഡ് ആകുന്ന സാധനം എന്താണ്. സോ ആ 3 പറയുന്നുണ്ട്. മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്, അതിനുപയോഗിക്കുന്ന സാധനം എന്താണ്, ആൻഡ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, ആ ഒരു സബ്സ്റ്റൻസ് എന്താണോ പ്രൊഡ്യൂസ്ഡ് ആകുന്നത്, ഇതെല്ലാം ഇൻവെൻഷൻ്റെ അകത്ത് വരാം എന്നാണ് പറഞ്ഞത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആൻഡ് ഇൻക്ലൂഡ് എനി ന്യൂ ആൻഡ് യൂസ്ഫുൾ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് any of the stated invention and an alleged invention. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഇൻവെൻഷൻ്റെ ഡെഫിനിഷനിൽ ഇത്രയും വരും എന്ന് പറഞ്ഞു. ഈ വരുന്ന സാധനങ്ങളും ഇതിൻ്റെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതും പുതിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടൊക്കെ ഉള്ളത് വരുത്തുന്നതും ഇൻവെൻഷൻ എന്നുള്ളൊരു ടേമിൻ്റെ ഡെഫിനിഷനിൽ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ അലിഗ്ഡ് ഇൻവെൻഷൻ എന്നും, അതായത് ഇൻവെൻഷനായിട്ട് കണക്കാക്കുന്നതും പിന്നെ ഈ പറഞ്ഞ ഇൻവെൻഷൻ എന്നുള്ള ടേമും ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ അതിൻ്റെ കൂടെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാലും ഇൻവെൻഷനിൽ ഉൾപ്പെടുത്താം, ആ ഒരു ഡെഫിനിഷനിൽ കൊണ്ടുവരാം എന്നാണ് 2002 മുന്നേ ആ ഒരു അമെൻമെൻറ്റ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഇൻവെൻഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 2002 അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു ഡെഫിനിഷൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻവെൻഷൻ മീൻസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഇൻവോൾവിങ് ആൻ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ആൻഡ് കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താ പറയുക, ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ പുതിയ പ്രോസസ്സോ അവിടെ വരും. അവിടെ ഒരു ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, അതായത് ആ ഒരു പുതിയ രീതിയിലായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. ഇൻവെൻറ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് അവിടെ കാണും. അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും അവിടെ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും. അപ്പം ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് ഇൻവെൻഷൻ വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം എന്തൊക്കെ നമുക്ക് പറയാം, ഫസ്റ്റ് പറയുന്ന കാര്യമാണ് പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് ഉണ്ടായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് അത് അവിടെ ഒരു ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻവെൻറ്റീവ് സ്റ്റെപ്പിന് വേറെ ഇനി പ്രത്യേകം ഡെഫിനിഷനുണ്ട്. ഇതേപോലെ തന്നെ പേറ്റൻറ്റ് ആക്ടിൻ്റെ 1970 പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2 ക്ലോസ് 1 സബ്സെക്ഷൻ JA പറയുന്നത് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്താണെന്നുള്ളൊരു കാര്യം. അത് പറഞ്ഞാൽ എന്താണ്, എ ഫീച്ചർ ദാറ്റ് മേക്സ് ദ ഇൻവെൻഷൻ നോട്ട് ഒബ്വിയസ് ടു എ പേഴ്സൺ സ്കിൽഡ് ഇൻ ദ ആർട്ട്. അതായത് ഒരു കാര്യത്തിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള ഒരാൾക്ക് നോക്കുമ്പം ഇത് നോർമലി ആർക്കും കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു എന്ന് നോർമലി, അതായത് ഒബ്വിയസ് ആണ്, അത് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ല എന്ന് തോന്നരുത്. ഇത് ഒബ്വിയസേ അല്ല, അതായത് ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലായിരുന്നു. അങ്ങനെ ഒരു ഇൻവെൻഷനെ ഒരു ഫീച്ചറാക്കി മാറ്റുന്നതാണ്, ആ ഒരു സ്റ്റെപ്പിലൂടെ അത് മേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ഒരു ഇൻവെൻഷൻ ഒബ്വിയസ് അല്ലാത്ത രീതിയിലാക്കുക എന്നുള്ള രീതി. എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യമേ നമ്മൾ പറഞ്ഞു പേറ്റൻറ്റിൻ്റെ തന്നെ പേറ്റൻറ്റ് അത് പുതിയൊരു ഇൻവെൻഷൻ ആയിരിക്കണം. ആ ഇൻവെൻഷൻ എങ്ങനെയാണ്, ന്യൂ, യൂസ്ഫുൾ ആൻഡ് നോൺ ഒബ്വിയസ് ആയിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ് ഈ ഡെഫിനിഷൻ്റെ തന്നെ, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും ഓർക്കുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇൻവെൻഷൻ ആയിരിക്കണം, ഡിസ്കവറി ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇൻവെൻഷന് 2002 അമെൻമെൻറ്റിന് മുന്നേ ഉണ്ടായിരുന്ന ഡെഫിനിഷനും അതിന് ശേഷമുള്ള ഡെഫിനിഷനുമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ 2002 മുന്നേ ഉള്ള ഡെഫിനിഷൻ പ്രകാരം ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടും, ആർട്ട്, പ്രോസസ്സ്, മെത്തേഡ്, മാനർ ഓർ മാനുഫാക്ചർ. അത് കഴിഞ്ഞിട്ട് മെഷീന്, അപ്പാരറ്റസ് അല്ലെങ്കിൽ അതർ ആർട്ട്. അപ്പോൾ മാനുഫാക്ചറിൻ്റെ പ്രോസസ്സ് വരും, അതിനകത്ത് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ മെഷീൻസ് വരും, ഫൈനലി അതിൻ്റെ എന്ത് സബ്സ്റ്റൻസ് ആണ് പ്രൊഡ്യൂസ് ആകുന്നത് അത് വരും. ഇത്രയാണ് ഇൻവെൻഷൻ. പുതിയ ഡെഫിനിഷൻ പ്രകാരമോ ആ ഡെഫിനിഷൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്, ഇൻവെൻഷൻ മീൻസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഇൻവോൾവിങ് ആൻ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ആൻഡ് കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. നമ്മളതിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം, ഫസ്റ്റ് 3 പോയിൻ്റ് തന്നെയാണ് ആ ഒറ്റ ഡെഫിനിഷനിൽ കിടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പുതിയ പ്രോഡക്റ്റോ പ്രോസസ്സോ അവിടെ ഉണ്ടായിരിക്കണം. 2 അവിടെ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് പ്രത്യേകം വേറെ സെക്ഷനിൽ പറയുന്നത്, ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അതുകൂടെ നോക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത് പറഞ്ഞ കാര്യമാണ് അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് കേപ്പബിളും ആയിരിക്കും. ഇത്രയുമാണ് ആ ഒരു ഇൻവെൻഷൻ ആയിരിക്കണം, ഡിസ്കവറി ആകരുത് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് ദ ഇൻവെൻഷൻ മസ്റ്റ് ബി ന്യൂനെസ് ഓർ നോവൽറ്റി. എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുണ്ടായിരിക്കണം ഇതിന്. ആ ഒരു എലമെൻറ്റ് ഓഫ് നോവൽറ്റി അല്ലെങ്കിൽ ന്യൂനെസ് ഒരു ഇൻവെൻഷനിൽ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പേറ്റൻറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ പേറ്റൻറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എസെൻഷ്യൽ കണ്ടീഷനാണ് അതിൻ്റെ പുതുമ എന്ന് പറയുന്നത്. ആ ഒരു ഇൻവെൻഷൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചായിരിക്കണം. അപ്പം ഈ ഒരു ഇതേപോലെ സെയിം ആയിട്ട് തന്നെ വരുന്ന ഒരു ഇൻവെൻഷൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഇതിന് പ്രയറായിട്ടൊരു ഇൻവെൻഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രയറായിട്ടൊരു ആർട്ടിക്കിൾ, ഒരു പബ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു നോവൽറ്റി ഇല്ല, അതായത് ഇതിനൊരു പുതുമയില്ല, ഓൾറെഡി അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ന്യൂനെസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു എസെൻഷ്യലായിട്ടുള്ള ഫാക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇൻവെൻഷൻ വേണമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ ഒരു ന്യൂ ആയിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ഇതിനെ തന്നെ ഒരു പോയിൻ്റായിട്ട് പറയുന്നതാണ് ദ ഇൻവെൻഷൻ മസ്റ്റ് ബി ന്യൂ ഓർ അവിടെ ഒരു ന്യൂനെസ് അല്ലെങ്കിൽ നോവൽറ്റി ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത് പറയുന്ന പോയിൻ്റാണ് ദ ഇൻവെൻഷൻ മസ്റ്റ് ബി യൂസ്ഫുൾ. അതായത് നമ്മൾ ഫസ്റ്റ് പറയുന്ന പോയിന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻവെൻഷൻ ആയിരിക്കണം, ഡിസ്കവറി ആയിരിക്കരുത്. അതിൽ പറയുന്നുണ്ട് ഇൻവെൻഷൻ എങ്ങനെ ആയിരിക്കണം, പുതിയതായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ അടുത്ത 2 പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പം അടുത്ത എന്താണ്, ദ ഇൻവെൻഷൻ യൂസ്ഫുൾ ആയിരിക്കണം. ആ ഒരു ഇൻവെൻഷൻ അതായത് മനുഷ്യർക്ക് ഉപയോഗപ്രദം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പേറ്റൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില കൺട്രീസിലൊക്കെ ഇങ്ങനെ വലിയ ഉപയോഗമൊന്നും ഇല്ലാത്ത ഇൻവെൻഷൻസിനെയൊക്കെ യൂട്ടിലിറ്റി മോഡൽസ് എന്നുള്ള രീതിയിലാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് മറ്റ് കൺട്രീസിൽ. പക്ഷേ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു പേറ്റൻറ്റ് കൺഫർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയുള്ളതിനാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രോസസ്സുകൾക്കോ ആണ് ഈ പേറ്റൻറ്റ് റൈറ്റ് ഇന്ത്യയിൽ കൊടുക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് നാലാമത്തെ പോയിൻ്റാണ് ഇൻവെൻഷൻ മസ്റ്റ് ബി നോൺ ഒബ്വിയസ്. അത് നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ഈ ഒരു കാര്യത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് നോൺ ഒബ്വിയസ് ആണെന്ന് തോന്നണം. അതായത് ഇതിലിപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ കാര്യം അറിയുന്നത്. അപ്പോൾ ആ ഒരാൾക്ക് തന്നെ ഇത് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് പറ്റുന്ന ഒന്നല്ലായിരുന്നു, ഒബ്വിയസ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെൻഷന് ഒരു പുതുമയും കൂടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ പറയുന്നത് ഇൻവെൻഷൻ മസ്റ്റ് ബി നോൺ ഒബ്വിയസ് ടു എ പേഴ്സൺ സ്കിൽഡ് ഇൻ ദ ആർട്ട് ടു വിച്ച് ഇൻവെൻഷൻ റിലേറ്റ്സ്. ആ ഇൻവെൻഷൻ എന്തുമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ ഒരു കാര്യത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് നോൺ ഒബ്വിയസ് ആയിട്ട് തോന്നണം. അതാണ് നാലാമത്തെ പോയിന്റ്. ദെൻ 5 പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻവെൻഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഫുള്ളി. ആ ഒരു ഡിസ്ക്ലോഷർ എന്നുള്ള ടേം ഓർക്കുക. അപ്പോൾ നമ്മൾ ഓരോന്ന് പോയിന്റ് എടുക്കുക. ഫസ്റ്റിൽ ഇൻവെൻഷൻ എന്ന ടേം ഓർക്കുക, സെക്കൻഡിൽ ന്യൂനെസ് ഓർ നോവൽറ്റി, ആൻഡ് തേർഡ് യൂസ്ഫുൾനെസ് ഓർ യൂട്ടിലിറ്റി, ആൻഡ് ഫോർത്ത് നോൺ ഒബ്വിയസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഡിസ്ക്ലോഷർ. അപ്പോൾ പേറ്റന്റ് ആക്ട് 1970 ഒരു ഇൻവെൻറ്റർക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഇൻവെൻഷൻ അയാൾക്ക് വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അയാളുടെ കൊമേഴ്ഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട്. പക്ഷേ അതെന്താണ്, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്കേ അത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇയാളുടെ മേൽ ഇതിപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ്. ഈ പേറ്റൻറ്റ് ആക്ട് വഴി ആ ഒരു ഇൻവെൻറ്റർക്ക് കിട്ടുന്ന അവകാശമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഒരു അവകാശം, ഒരു റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡ്യൂട്ടിയും കൂടെ വരും. അപ്പോൾ ഈ ഒരാൾക്ക് എന്ത് ഡ്യൂട്ടിയും കൂടെ ഉണ്ട്, അയാൾക്കൊരു ഡ്യൂട്ടി കൊടുക്കുകയാണ്. ഈ ഒരു ഇൻവെൻഷനെ പറ്റി അതിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് എന്താണ്, കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ടു ഫെസിലിറ്റേറ്റ് എനി വൺ ഫ്രം ദ പബ്ലിക് ടു എക്സ്പ്ലോയിറ്റ് ദ ഇൻവെൻഷൻ ആഫ്റ്റർ സ്പെസിഫിക് പീരീഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പേറ്റൻറ്റ് ഇയാൾക്ക് കിട്ടുന്നത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്. അതിനുശേഷം ആ ഒരു പീരീഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വേറെ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സ്പെസിഫിക് പീരീഡിന് ശേഷം പബ്ലിക്കിന് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, അവിടുന്ന് ആരോട് വേണമെങ്കിലും ഇയാൾക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി അവിടെ ഉണ്ട്. അതാണ് പറയുന്നത്. ആ ഒരു ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ്. അയാൾക്ക് തോന്നുമെങ്കിൽ ചെയ്താൽ പോരാ, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇനി അഥവാ ഈ ഒരു ഇൻവെൻറ്റർ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ആ ഒരു ഇൻവെൻഷനെ പറ്റി ഫുള്ളി അയാൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ഫെയിലായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ പേറ്റൻറ്റ് അയാൾക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കത്തില്ല. അതാണ് അവിടെ വരാൻ പോകുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി ഇപ്പം പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു, ഇയാൾ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. അപ്പം ദ പേഴ്സൺ ഒപ്പോസിങ് ദ പേറ്റൻറ്റ് ക്യാൻ കണ്ടസ്റ്റ് ദ പേറ്റൻറ്റ് ഓൺ ദിസ് ഗ്രൗണ്ട്. അതായത് ഈ ഒരു പേറ്റൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാൾ കാണും, ആ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് ഈ പേറ്റൻറ്റിനെ കണ്ടസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതായത് ഇത് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാതെയാണ് ഈ പേറ്റൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തെടുത്തത്, അതുകൊണ്ട് ഇത് റിവോക്ക് ചെയ്യണം എന്ന് വേണമെങ്കിൽ ആ ഒരാൾക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റും. ഇൻവെൻറ്ററുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ഈ പേറ്റൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഫുൾ ഡിസ്ക്ലോഷർ ഇല്ല എന്നുണ്ടെങ്കിൽ പേറ്റൻറ്റ് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ കൊടുത്ത് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റും. ഇനി നോർമലി ഫുൾ ഡിസ്ക്ലോസ് ചെയ്യാതെ കൊടുക്കരുത് എന്നാണ്. ഇനി അതല്ലാതെ ഇപ്പം പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇൻവെൻഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ കണ്ടീഷൻസ് എന്ന് ഓർക്കുക. അത് പുതിയതായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം, നോൺ ഒബ്വിയസ് ആയിരിക്കണം. അതാണ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ടേമിനെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. ദെൻ അതെന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ എന്തൊക്കെയാണോ സ്പെസിഫിക്കേഷൻസ് അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു ഇൻവെൻഷൻ്റെ ഫുൾ കാര്യങ്ങൾ റിവീൽ ചെയ്താൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. ഇനി അങ്ങനെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ഇയാൾ വെളിപ്പെടുത്തുന്നതിന് മുന്നേ ഫുള്ളി ഉള്ള കാര്യങ്ങൾ, ആ ഒരു ഇൻവെൻഷനെ പറ്റി എന്തെല്ലാം ഉണ്ടോ അത് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഫുള്ളായിട്ട് റിവീൽ ചെയ്താൽ മാത്രമേ, അത് മാൻഡേറ്ററിയുമാണ്. അങ്ങനെ ചെയ്തിട്ട് ഇപ്പം അല്ലാതെ ഇത് പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്, അത് റിവോക്ക് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കേസ് നമുക്ക് നോക്കാം. ഷൈനിങ് ഇൻഡസ്ട്രീസ് വേഴ്സസ് ശ്രീകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അപ്പോൾ ഈ കേസിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരാൾ ക്ലെയിം ചെയ്തു, അയാൾ ഇൻവെൻറ്റ് ചെയ്ത ഒരു ലോക്ക് എന്ന് പറയുന്നത് ഇത് ഒരു ഓൾഡ് ലോക്ക് ഉണ്ടായിരുന്നു, അത് എക്സ് എന്ന് പറയുന്ന ഒരാളാണ് മാനുഫാക്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ആ എക്സ് മാനുഫാക്ചർ ചെയ്ത ആ ഒരു പഴയ ലോക്കിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇയാളുടെ ഈ ഒരു ലോക്ക് എന്നാണ് ഈ ബി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഴയ ലോക്കിനകത്തുള്ള ഷാക്കിൾ, അതായത് ആ ഒരു പൂട്ടിൻ്റെ ആ ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. അതിനുശേഷം ഈ പുതിയ ലോക്കിൻ്റെ അകത്ത് 3 ഗ്രൂവ്സ് ആണ് ഉണ്ടായിരുന്നത്.
അപ്പം ഓൾഡ് ലോക്കിൻ്റെ അകത്ത് ഈ ഷാക്കിളിൻ്റെ ഒരു ആം എന്ന് പറയുന്നത് ഒരു ഈ ലോക്കുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെ ഒരു പിന്നുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഇരുന്നത്. അത് ഓപ്പണിംഗ് ആവുന്ന ആ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു ആമും മറ്റേ ലോക്കിൻ്റെ ആ ഒരു ഭാഗവുമായിട്ട് ഒരു പിന്ന് വഴി ഇങ്ങനെ അറ്റാച്ച്ഡ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. പുതിയ ലോക്കിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ 2 ആംസും പുറത്തേക്ക് ഇങ്ങനെ തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ മാറ്റമാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ ഓൾഡ് ലോക്കിൻ്റെ അകത്ത് ഒരു ഇന്നർ ഹൗസിംഗ് ആയിരുന്നു. ഓൺലി 2 സൈഡ്സ് വൈൽ ദ ന്യൂ ലോക്ക് കണ്ടെയ്ൻഡ് ഇന്നർ ഹൗസിംഗ് ഓൺ ഓൾ 4 സൈഡ്സ്. അപ്പം ഈ ഒരു പഴയ ലോക്കിൻ്റെ പുതിയ ലോക്കിൻ്റെ സ്ട്രക്ചറിനും അതിൻ്റെ ആ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻസിന് വന്ന വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ കോടതി ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, ഇത് ഇങ്ങനെ 1-2 സംഭവങ്ങൾ മാറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ന്യൂനെസ് കിട്ടുന്നില്ല. സാധനത്തിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ആ സിസ്റ്റം അവിടെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒന്നിന് പകരം ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു, ഒന്നിന് പകരം 3 ആക്കി, അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ആ ഒരു പുതിയതായിട്ട് ആ ഒരു നോവൽറ്റി ഇതിന് കിട്ടുന്നില്ല, ന്യൂനെസ് കിട്ടുന്നില്ല. സോ ആ സിസ്റ്റം സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് പേറ്റൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഈ ഒരു കേസിനകത്ത് കോടതി പറഞ്ഞത്. അപ്പോൾ ഷൈനിങ് ഇൻഡസ്ട്രീസ് വേഴ്സസ് ശ്രീകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നാണ് ആ ഒരു കേസിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് നൊവാർട്ടസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ ഈ നൊവാർട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിസ് ബേസ്ഡ് മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്, മരുന്ന് നിർമ്മാണ കമ്പനിയാണ്. അപ്പം ഇവർ ഈ രക്താർബുദത്തിനുള്ള ഗ്ലിവക് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യയിൽ പേറ്റൻറ്റ് നൽകുന്നതായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു നൊവാർട്ടസ് പേറ്റൻറ്റ് കേസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ഒരു കേസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതായത് ഇവർ ഓൾറെഡി കണ്ടുപിടിച്ച ഒരു മരുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചൊക്കെ ഇവർ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ച് പുതുമയുള്ള മരുന്നാണ് ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഗ്ലിവക് എന്നായിരുന്നു ഇവരുടെ ഒരു കണ്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പേറ്റൻറ്റ് വേണമെന്നായിരുന്നു ഇവർ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഭാരത പേറ്റൻറ്റ് കാര്യാലയം ഈ ഒരു അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു ഇന്ത്യയിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആ ഒരു അപ്പലേറ്റ് ബോർഡിനൊക്കെ ആയിരുന്നു ഇവരുടെ അപ്പീലൊക്കെ കൊടുത്തെങ്കിലും അതും തള്ളുകയും അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വഴി സുപ്രീം കോടതിയിൽ പോയപ്പോഴത്തേക്കും ഇവർ ഇത് പറഞ്ഞെങ്കിലും കോടതി അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് ഇന്ത്യയിൽ ആ ഒരു ഗ്ലിവക് എന്ന് പറയുന്ന ആ ഒരു ടാബ്ലറ്റിന് പേറ്റൻറ്റ് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ആ ഒരു രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പം ഈ ഒരു കേസിനകത്ത് ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറഞ്ഞൊരു കാര്യമാണ്, സെക്ഷൻ 2 ക്ലോസ് 1 സബ്സെക്ഷൻ ജെയ്ക്കകത്ത് പറയുന്നുണ്ട് ഒരു പ്രോഡക്റ്റ് അവിടെ ഇൻവെൻഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയായിരിക്കണം, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പറയുന്നത് അത് പുതിയതായിരിക്കണം, അത് ന്യൂ ആയിരിക്കണം, അത് ആൻറ്റിസിപ്പേറ്റഡ്, അതായത് ഓൾറെഡി നമ്മൾ ഇങ്ങനൊരു സംഭവം വരും എന്ന് കരുതപ്പെടുന്നതൊന്നും ആവാൻ പാടില്ല, പുതിയ ഒന്നായിരിക്കണം. 2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് അവിടെ ഉണ്ടായിരിക്കണം. 3 എന്താണ്, കേപ്പബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇതിന് മുന്നേ പറഞ്ഞതാണ് ഈ 3 പോയിൻറ്റ്സും. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പം ഈ പറയുന്ന ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. ആ ഒരു ഇൻവെൻഷൻ വരണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ന്യൂ ആയിരിക്കുക, കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് ഓർ യൂസ്ഡ് ഇൻ ആൻ ഇൻഡസ്ട്രി ആയിരിക്കണം, ദെൻ ഒരു ഇൻവെൻഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം അത് കൊണ്ടുവന്നിരിക്കേണ്ടത്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, അതിനൊരു ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് കാണും, അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിൻ്റെ മേലെ അതിനൊരു ടെക്നിക്കൽ അഡ്വാൻസ് കിട്ടുകയാണ്, ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുടെ മേൽ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഒരു സ്കിൽഡ് പേഴ്സണിന് നോക്കുമ്പം ഇത് നോൺ ഒബ്വിയസ് ആയിട്ടായിരിക്കണം ഈ ഒരു ഇൻവെൻഷനെ തോന്നേണ്ടത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു കേസിനകത്ത് മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അതായത് അത് ന്യൂ ആയിരിക്കണം, അതിന് കേപ്പബിൾ ഓഫ് ബീയിങ് യൂസ്ഡ് ആയിരിക്കണം, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കണം. ഇതൊക്കെ ഇൻവെൻഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുവാണ്, എന്തൊക്കെ കണ്ടീഷൻസാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. സോ അതത്രയാണ്, നമ്മളിപ്പം ഏകദേശം ഒരു 5 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒരു പേറ്റൻറ്റ് റൈറ്റ് കിട്ടാനുള്ള കണ്ടീഷൻസ്, ജനറൽ കണ്ടീഷനാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.